അത്യന്തം ലജ്ജാകരമായ ഒരു പ്രസ്താവനയാണ് തവനൂർ നിയോജകമണ്ഡലം എം.എൽ.എ ബഹുമാനപ്പെട്ട ശ്രീ കെ.ടി. ജലീൽ ഇന്ന് നിയമസഭയിൽ നടത്തിയിട്ടുള്ളത്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, മലപ്പുറത്തെ ഒരാളും പറയാൻ സാധ്യതയില്ലാത്ത വർത്തമാനമാണ് ബഹുമാനപ്പെട്ട എം.എൽ.എ വളരെ ആധികാരിക സ്വഭാവത്തിൽ നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് മലപ്പുറത്തും മലബാറിലുമൊക്കെ സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ സ്ഥാപനം നടത്തുന്ന ആളുകളാണ്, മാനേജ്മെൻറ്റുകളാണ് ഇപ്പോൾ സമരം നടത്തുന്ന ആളുകൾ. അഥവാ മലപ്പുറത്ത് കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളുകൾ വേണം, അഥവാ ബാച്ചുകൾ വേണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരങ്ങൾ നടത്തുന്നത് ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്പോൺസർ ചെയ്തിട്ടുള്ള സംഘടനകളും സംഘങ്ങളുമാണ് എന്ന ആക്ഷേപമാണ് ബഹുമാനപ്പെട്ട തവനൂർ നിയോജകമണ്ഡലം എം.എൽ.എ ഉന്നയിച്ചിട്ടുള്ളത്. എത്രമാത്രം വസ്തുതാവിരുദ്ധവും എത്രമാത്രം ചരിത്ര നിഷേധവുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ ഇടപെടലുകളും അദ്ദേഹത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ചരിത്രവും അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിത ചരിത്രവും എടുത്ത് പരിശോധിച്ചാൽ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഇവിടുത്തെ പല സംഘടനകളും 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകൾ നടത്തുന്നുണ്ട്. അത്തരം സ്കൂളുകളും സ്ഥാപനങ്ങളും നടത്തുന്ന ഈ സംവിധാനങ്ങൾ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം അഥവാ പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടാൽ അതിനെ അംഗീകരിക്കില്ല. ഇവരൊക്കെയും വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ ആളുകളാണ്. അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പൊയ് സമരമാണ് ഇപ്പോൾ മലബാറിൽ നടക്കുന്നത്, മലപ്പുറത്ത് നടക്കുന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു രത്നചുരുക്കം എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത? നിങ്ങൾ മലബാറിലേക്ക് നോക്കിയാൽ, ഞാൻ ഒറ്റ കണക്ക് മാത്രം പറയാം. കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡ് ഹൈസ്കൂളുകളുടെ കണക്ക് മാത്രം, എല്ലാ കണക്കും നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹവുമായിട്ട് ഏത് സന്ദർഭത്തിലും മലപ്പുറത്തിൻ്റെ പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്ത് തരം ചർച്ചയ്ക്കും സംവാദത്തിനും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് സന്നദ്ധമാണ് എന്ന് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കേരളത്തിലുള്ള മൊത്തം ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുടെ കണക്കെടുത്താൽ 1709 ഗവൺമെൻറ് എയ്ഡഡ് ഹൈസ്കൂളുകൾ നിലകൊള്ളുന്നത് തിരുകൊച്ചി ജില്ലകളിലാണ് എന്ന് ഗവൺമെൻറ്റിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാകും. എന്നാൽ കേരള ജനസംഖ്യയുടെ ഏതാണ്ട് 50% വരുന്ന മലബാറിലെ ജില്ലകളിൽ ആകെയുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 953. ഏതാണ്ട് പപ്പാതി വ്യത്യാസമുണ്ട്. തിരുകൊച്ചിയിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് ഹൈസ്കൂളുകളുടെ എണ്ണവും മലബാറിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് ഹൈസ്കൂളുകളുടെ എണ്ണവും പരിശോധിച്ചാൽ ഏതാണ്ട് പകുതി ഡിഫറൻസ്, മലബാറിലുള്ളതിൻ്റെ ഇരട്ടി സൗകര്യങ്ങൾ തിരുകൊച്ചിയിലുണ്ട് എന്നതാണ് ഇതിൻ്റെ കണക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ മലപ്പുറത്തെയും മലബാറിലെയും വിഷയം ആവശ്യത്തിന് സ്കൂളുകളില്ല, ഇപ്പോഴുമില്ല. 2024 65 കൊല്ലമായിട്ട് കേരളത്തിൽ മലബാർ പ്രദേശം നേരിടുന്ന വിവേചനത്തിൻ്റെ ആഴമെന്ന് പറയുന്നത് 2024 ഒരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ കുറേ സ്ഥാപനങ്ങൾ ആളുകൾ നടത്തുന്നു, പ്രൈവറ്റായിട്ട് നടത്തുന്നു, അവരാണ് ഇപ്പോൾ സമരം സ്പോൺസർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത ആളാണല്ലോ ബഹുമാനപ്പെട്ട കെ.ടി. ജലീൽ. അദ്ദേഹം 4 വർഷക്കാലം ആ വകുപ്പ്, അല്ലെങ്കിൽ അതിൻ്റെ പകുതി കാലം ആ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് മലപ്പുറത്തും മലബാറിലും എയ്ഡഡ് ഗവൺമെൻറ് കോളേജുകൾ അദ്ദേഹം പാസ്സാക്കാതിരുന്നത്? അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇവിടെ പാസ്സാക്കിയ കോളേജുകളിൽ മഹാഭൂരിഭാഗവും അൺഎയ്ഡഡ് മേഖലയിലുള്ള സെൽഫ് ഫൈനാൻസ് മേഖലയിലുള്ള കോളേജുകളാണ് എന്ന് അദ്ദേഹത്തിൻ്റെ മാത്രം മന്ത്രി അനുഭവം എടുത്ത് പരിശോധിച്ചാൽ മലപ്പുറത്ത് കണക്കുണ്ട്. അവസരം കിട്ടിയപ്പോൾ പോലും ചെയ്യാത്തയാളാണ് ബഹുമാനപ്പെട്ട കെ.ടി. ജലീൽ എം.എൽ.എ. എന്നിട്ടാണ് ഇപ്പോൾ മലപ്പുറത്തെയും മലബാറിലെയും വിദ്യാഭ്യാസ സമരങ്ങളെയും നവോത്ഥാന പോരാട്ടങ്ങളെയും അദ്ദേഹം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മലപ്പുറത്തും മലബാറിലും മാത്രമല്ല, കേരളത്തിലുടനീളം ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് എല്ലാ സമുദായ സംഘടനകളും, ജാതി മത വ്യത്യാസ ഭേദമന്യേയുള്ള എല്ലാ സമുദായ സംഘടനകളും നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി ഒരു ആകത്തുകയാണ് ഇന്ന് കേരളം കൈവരിച്ചിട്ടുള്ള വിദ്യാഭ്യാസപരമായ പുരോഗതി എന്ന് ബഹുമാനപ്പെട്ട ജലീൽ മനസ്സിലാക്കണം. ഇതാണ് ഒന്നാമതായിട്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. രണ്ടാമത്തെ വിഷയം, എങ്ങനെയാണ് ഇവിടെ ഉണ്ടായത്? നിങ്ങളൊരു 20 വർഷം മുമ്പത്തെ, ഒരു 25 വർഷം മുമ്പത്തെ മലബാറിലെ വിദ്യാഭ്യാസ അവസ്ഥകളെക്കുറിച്ച്, മലപ്പുറത്തെ വിദ്യാഭ്യാസ അവസ്ഥകളെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ ഒന്നാമത് ഗവൺമെൻറ് സംവിധാനങ്ങൾ കുറവാണ്, എയ്ഡഡ് സംവിധാനങ്ങൾ കുറവാണ്. ഉള്ള സംവിധാനങ്ങളിൽ തന്നെ സൗകര്യങ്ങളില്ല. അഥവാ ഇവിടെ ഉണ്ടായിരുന്ന അധ്യാപകരിൽ തന്നെ മഹാഭൂരിഭാഗം ആളുകളും തദ്ദേശീയരായ അധ്യാപകരായിരുന്നില്ല. അവർ ഒരു ഭാഗത്ത് നിന്ന്, അതാ ഒരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് അവരുടെ സ്വന്തം ജില്ലയിലേക്ക് പോയാൽ
പിന്നീട് ആ സ്ഥലത്ത് അധ്യാപകരെ നിയമിക്കാൻ വർഷങ്ങളോളം അഥവാ മാസങ്ങളോളം ഒക്കെ കാത്തിരിക്കേണ്ടി വരികയും അങ്ങനെ ഒരു താറുമാറായ ഒരു അക്കാദമികമായിട്ടുള്ള വ്യവഹാരമായിരുന്നു ഇവിടുത്തെ ഗവൺമെൻറ് സെക്ടറിൽ ഒരു 3 പതിറ്റാണ്ട് മുമ്പ് മലപ്പുറത്തും മലബാറിലും ഉണ്ടായിരുന്നത് എന്ന് നല്ല ബോധ്യമുള്ള ആളാണ് ബഹുമാനപ്പെട്ട കെ ടി ജലീൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ഗൾഫിലേക്ക് പോവുകയും മലബാറിലും മലപ്പുറത്തും ഗൾഫ് പണം കൊണ്ടുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റങ്ങളും പുരോഗതിയുമുണ്ട്. അപ്പോൾ ഒന്ന്, നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളിൽ ഏതാണ്ട് 2-3 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് സംവിധാനങ്ങളിലെ അപര്യാപ്തതകളും കുറവുകളും അതിൻ്റെ ശേഷിക്കുറവും കാരണം തങ്ങൾക്കോ പഠിക്കാൻ പറ്റിയില്ല, എന്നാൽ തങ്ങളുടെ മക്കളെങ്കിലും പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഗൾഫിൽ പോയി പണമുണ്ടാക്കിയിട്ടുള്ള ഇവിടുത്തെ ആളുകൾ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക സമുദായ സംഘടനകളെ സഹായിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിദ്യാലയങ്ങൾ സ്വന്തം ലേബലിൽ എല്ലാ സംഘടനയുണ്ടെന്നേ. ഇതിൽ സുന്നിയുടെ സംഘടനകളുണ്ട്, മുജാഹിദ് സംഘടനകളുണ്ട്, ജമാഅത്ത് സംഘടനകളുണ്ട്, മറ്റ് സംഘടനകളുണ്ട്, ഒരുപാട് സംഘടനകൾ. എല്ലാ മുസ്ലിം സമുദായത്തിലെ മാത്രമല്ല, ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട്. എല്ലാ സമുദായത്തിലെയും സംഘടനകൾ സ്കൂളുകൾ സ്ഥാപിച്ചുകൊണ്ട് വലിയ അപ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് നടത്തി. ആ വർക്കുകളെ വിദ്യാഭ്യാസ മേഖലയിൽ മലബാറിലെ സമുദായ സാംസ്കാരിക സാമൂഹിക സംഘടനകൾ നടത്തിയിട്ടുള്ള ഈ നവോത്ഥാന പോരാട്ടങ്ങളെ റദ്ദ് ചെയ്യുകയും കൊഞ്ഞനം കുത്തുകയും ചെയ്യുന്ന സമീപനമാണ് ബഹുമാനപ്പെട്ട കെ ടി ജലീൽ ഇപ്പം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലൂടെ നടത്തിയിട്ടുള്ളത് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. അപ്പോൾ ഒന്ന്, ഈ ഭാഗത്ത് സീറ്റുകളുടെ എണ്ണക്കുറവുണ്ടായിരുന്നു. നിങ്ങൾ 1.5 പതിറ്റാണ്ട് മുമ്പ് CPM-ൻ്റെ തന്നെ ഏതാണ്ട് അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൗതിക സംഘടനയായിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലബാറിലെ വിദ്യാഭ്യാസ പിന്നാക്കാവസ്ഥയുമായി ബന്ധപ്പെട്ട് നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്, മലബാറിൽ ഏതാണ്ട് 700 കുട്ടികൾക്ക് അല്ലെങ്കിൽ മലപ്പുറത്ത് ഏതാണ്ട് 700 കുട്ടികൾക്ക് ഒരു സ്കൂൾ ഉണ്ടാകുമ്പോൾ തെക്കൻ കേരളത്തിൽ അതിൽ 350-400 കുട്ടികൾക്കൊരു സ്കൂളുണ്ട്. അഥവാ 350-400 കുട്ടികൾക്കൊരു സ്കൂളുള്ള അവസ്ഥ തിരുകൊച്ചി ജില്ലകളിലുണ്ടാകുമ്പോൾ 700 കുട്ടികളധികം ഒരു സ്കൂളിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ടുന്ന ഒരു ഭീകരമായിട്ടുള്ള വിവേചനം 2024-ലും മലബാറും മലപ്പുറം അനുഭവിക്കുന്നുണ്ട്. ഈ അടിസ്ഥാനപരമായ ഡാറ്റയും പഠനവും നടത്തിയിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ടുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. നന്നേ ചുരുങ്ങിയത് ആ കണക്കെങ്കിലും ഒന്ന് എടുത്ത് പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട കെ ടി ജലീൽ MLA സന്നദ്ധമാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം കളവാണ് പ്രചരിപ്പിക്കുന്നത്. അദ്ദേഹം ഈ വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകാനുണ്ടായ അതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകാനുണ്ടായ സാഹചര്യം ഒന്ന് ഇവിടുത്തെ നിലവാര തകർച്ചയായിരുന്നു. പിന്നീട് എപ്പോഴാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കരണങ്ങൾ ഉണ്ടായത്? അദ്ദേഹം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ വിജയബേരി പദ്ധതിക്കൊക്കെ നേതൃത്വം കൊടുത്തിട്ടുള്ള വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ബഹുമാനപ്പെട്ട ശ്രീ കെ ടി ജലീൽ. അദ്ദേഹത്തിൻ്റെ കൂടി മുൻകൈയിൽ ഉണ്ടായിട്ടുള്ള മലബാറിലും മലപ്പുറത്തും ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മുന്നേറ്റമുണ്ട്. അതിനെപ്പോലും തൻ്റെ പൂർവ്വചരിത്രത്തെപ്പോലും തള്ളിപ്പറയുകയാണ് ബഹുമാനപ്പെട്ട കെ ടി ജലീൽ ഇതിലൂടെ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ജീവിതാനുഭവങ്ങൾ പരിശോധിക്കണ്ടേ? അഥവാ അദ്ദേഹത്തെ പോക്കർ സാഹിബും അതുപോലെ എം കെ ഹാജിയും ഒക്കെ, ബഹുമാന്യരായ മർഹൂം പോക്കർ സാഹിബും അതുപോലെ MK ഹാജിയും ഒക്കെ പടുത്തുയർത്തിയിട്ടുള്ള സ്ഥാപനത്തിൽ ഒരു നയാ പൈസ കൈക്കൂലി കൊടുക്കാതെ അല്ലെങ്കിൽ പണം കൊടുക്കാതെ ക്യാപിറ്റേഷൻ കൊടുക്കാതെ ജോലി നേടി റിട്ടയർ ചെയ്ത് അതിൻ്റെ പെൻഷൻ വാങ്ങിയിട്ട് പല്ലിൽ കുത്തിയിരിക്കുന്ന കെ ടി ജലീൽ സാഹിബൊക്കെ ഇതുപോലെയുള്ള സഖാവ് കെ ടി ജലീലൊക്കെ ഇതുപോലെയുള്ള വർത്തമാനങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത നാണക്കേടും അപമാനമാണ്. അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾ PhD എടുത്തിട്ടുള്ളത്, ഗവേഷണം നടത്തിയിട്ടുള്ളത് മലബാറിൻ്റെ സമരചരിത്രത്തിലാണ്. മലബാറിൻ്റെ സമരചരിത്രത്തിൽ വാര്യംകുന്നനും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും ആലി മുസ്ലിയാരും അതുപോലെ മമ്പുറനങ്ങന്മാരും മാത്രമല്ല ഉള്ളത്. മലബാറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ചെക്കുട്ടി മാപ്പിള എന്ന് പറയുന്ന ഒരു കഥാപാത്രം കൂടിയുണ്ട്. മലബാറിലെ സമര പോരാട്ടങ്ങളെ ഒറ്റുകൊടുത്ത ചെക്കുട്ടി മാപ്പിളയുടെ പിൻഗാമിയായിട്ടായിരിക്കും ചരിത്രം ഡോക്ടർ കെ ടി ജലീലിനെ അടയാളപ്പെടുത്തുക എന്നാണ് അദ്ദേഹത്തോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് തെക്കൻ കേരളത്തിലുള്ള തിരുകൊച്ചിയിലുള്ള CPM-ൻ്റെ നേതാക്കന്മാർ പറയുന്നതിന് കേട്ടിട്ട് അത് തിരുത്തി കൊടുക്കാൻ ബാധ്യതപ്പെട്ട മലബാറിലെയും മലപ്പുറത്തെയും യഥാർത്ഥ വിദ്യാഭ്യാസ അവസ്ഥയെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന കെ ടി ജലീൽ അത് തിരുത്തി കൊടുക്കാൻ ശ്രമിക്കാതെ പിണറായി വിജയൻ്റെ ദാസ്യപ്പണി എടുക്കുന്ന പരിപാടിയാണ് ഇവ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിക്കാർ, മെമ്പർഷിപ്പുള്ള പാർട്ടിക്കാർ ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ നിലപാടിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ
മുതലാളിത്ത കമ്മ്യൂണിസത്തെക്കുറിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു മെമ്പർ പോലുമല്ലാത്ത കെ ടി ജലീൽ എന്തിനാണ് പിണറായി വിജയന് ദാസ്യപ്പണി എടുത്തിട്ട് ഇവിടുത്തെ സമരങ്ങളെ അഥവാ ബൂർഷ കമ്മ്യൂണിസത്തിൻ്റെ വക്താവായിട്ട് പിണറായി വിജയൻ്റെ ആശയങ്ങൾക്ക് കൈത്താങ്ങ് കൊടുത്ത് സഹായിക്കുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. ഞങ്ങൾ ഇത്രയും കാലം അദ്ദേഹം മിണ്ടാതിരുന്നപ്പോൾ വിചാരിച്ചത് അദ്ദേഹം മാന്യനായി എന്നാണ്. ഈ വർഷത്തെ +1 കഴിഞ്ഞ വർഷം A+ കിട്ടാതെ സീറ്റ് കിട്ടാതെ വിഷമിച്ച കുട്ടിയെ നോക്കിയിട്ട് കള്ളക്കരച്ചിലാണ്, മുതലക്കണ്ണീരാണ് എന്ന് ആക്ഷേപിച്ച കെ ടി ജലീലിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ മലപ്പുറത്തുണ്ടായിട്ടുണ്ട്. ഇക്കുറി ഇതുവരെ ഒരക്ഷരവും മിണ്ടാതിരുന്ന കെ ടി ജലീൽ നിയമസഭാ സമ്മേളനത്തിൽ ഇത്ര വഷളം വർത്തമാനം പറഞ്ഞുകൊണ്ട് സ്വന്തം ജനതയെ വഞ്ചിക്കുന്ന, മലപ്പുറത്തെ മലബാറിലെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച, അദ്ദേഹത്തെ പിന്തുണച്ച, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള മലപ്പുറത്തെയും മലബാറിലെയും ജനങ്ങളെ വഞ്ചിക്കുന്ന, അവരെ ഒറ്റുകൊടുക്കുന്ന ഒറ്റുകാരൻ്റെ റോളിലാണ് ഡോക്ടർ കെ ടി ജലീൽ ഉള്ളത് എന്നുകൂടി അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തി പറയാൻ ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് ആഗ്രഹിക്കുകയാണ്. എന്തൊക്കെ കുതന്ത്രങ്ങൾ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു വാദവും മലപ്പുറത്തെ ജനതയുടെ അവകാശ പോരാട്ടങ്ങളെ തകർക്കാൻ ഉതകില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് ഈ വിഷയത്തിൽ ഡോക്ടർ കെ ടി ജലീലിനോട് പറയാനുള്ളത്.